ഹലോ ഹായ്. അപ്പം നമ്മൾ വീണ്ടും ഫിഷിങ്ങുമായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം നമുക്ക് ഹെവി കുറേ മീൻ അടിക്കുന്നുണ്ട്. മുമ്പോട്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പോകുന്ന ഫിഷിംഗ് സ്പോട്ട് ഒരു കാരണവശാലും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ വീഡിയോ എടുക്കുന്ന അലൗഡല്ല. മീനിൻ്റെ വീഡിയോ കുഴപ്പമില്ല, നമ്മൾ ഫിഷ് ചെയ്യുന്ന വീഡിയോ കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള ചുറ്റുപാട് നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല എന്ന് ഭയങ്കര വിഷമമുണ്ട്. നമുക്ക് പോയിട്ട് കുറേ മീൻ അടിച്ചു, നല്ല കളറുള്ള ശേരിയും അതേപോലെ മറ്റ് പല മീനുകളും. ഒരു റെഡ് കളറുള്ളൊരു മീനുണ്ട് കേട്ടോ, അത് നമുക്ക് അത്യാവശ്യം നല്ല സൈസുള്ള മീൻ അടിച്ചത് കേട്ടോ. ഇത് ശരിയുടെ അത്യാവശ്യം സൈസുള്ള മീനായതുകൊണ്ട് നമ്മൾ ആ മീനെ എടുത്ത് കേട്ടോ. നമ്മുടെ ഫ്രണ്ടും പുതിയൊരു ചൂണ്ട സ്റ്റിക്കും മേടിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റിക്ക് മേടിച്ചപ്പോഴത്തേന് അവരും ഒരു സ്റ്റിക്ക് മേടിച്ചു. ഏകദേശം സെയിം പ്രൈസാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സ്റ്റിക്ക് കേട്ടോ. ആ താഴെ ഇരിക്കുന്ന കേട്ടോ എൻ്റെ സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ പോയിട്ട് ഈ അടിച്ചിരിക്കുന്ന മീനെക്കാട്ടിലും സൈസ് ഉള്ളൊരു മീൻ എനിക്ക് അടിച്ചു കേട്ടോ. നമ്മുടെ കൈപ്പത്തിയുടെ അത്ര ഉള്ളൊരു മീനാണ് ഈ സെയിം ടൈപ്പ് തന്നെ എനിക്കടിച്ചത്. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. നമ്മളെപ്പം മീൻ പിടിക്കാൻ വേണ്ടി പോയാലും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും മീൻ കിട്ടും കേട്ടോ. ഇതിൻ്റെ ഒരു കളർ പാറ്റേൺ നോക്കിയേ, എന്ത് രസമാണല്ലേ. എനിക്ക് ഈ മീൻ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അക്വേറിയത്തിലൊക്കെ ഇടാൻ വേണ്ടി ഇതിലും ബെറ്റർ കളറുള്ള മീനുണ്ടെങ്കിലും ഇത് ഒക്കെ കടൽ മീൻ ആയതുകൊണ്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നല്ല കളർ പാറ്റേൺ കേട്ടോ. ഞാൻ പിടിച്ച ആ ഒരു ഇതാ കേട്ടോ, അത്യാവശ്യം നല്ല സൈസുള്ള ആ ഒരു മീൻ നിങ്ങളെ കാണിക്കുവാണ്. ഇതാണ് ആ ടൈപ്പ്. ഇതിൻ്റെ പേര് ആർക്കും അറിയാമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എൻ്റെ സ്റ്റിക്കും അതേപോലെ റീലിലുള്ള ചൂണ്ടവള്ളിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ മാറ്റിയായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് സ്ട്രൈക്ക് കിട്ടി അങ്ങനെ ഇങ്ങനെയൊന്നും മിസ്സായി പോകത്തില്ല. ഇത് അത്യാവശ്യം സൈസുള്ള ശരിയായിരുന്നു. ഇതേപോലെ ഒരുപാട് മീൻ കിട്ടി കേട്ടോ, പല വെറൈറ്റി മീൻ കിട്ടി. ചില മീനുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ചെറിയ പരലിനെ പോലുള്ള പല മീനുകളുണ്ട്. ആ മീനെ നമ്മൾ മിസ്സാക്കാത്തതിൻ്റെ കാര്യം, നമ്മൾ കൊണ്ടുപോകുന്ന കൊഞ്ചും കാര്യങ്ങളും തീർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ മീനെയൊക്കെ മുറിച്ചായിരിക്കും നമ്മൾ ഇടുന്നത് കേട്ടോ. ഈ മീൻ എന്നെ ഒരുപാട് വട്ടം കറക്കി. ഞാൻ കുറച്ച് ഇരുട്ടിയെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ കുറച്ച് മെനക്കെട്ട് ഈ മീനെ പൊക്കിയെടുത്തു. അതേപോലെ നമ്മൾ ഈ മീനെ റിലീസാക്കി കേട്ടോ. കാര്യം ഈ മീൻ നമുക്ക് കാര്യമില്ല, കൊണ്ടുപോയി കഴിക്കത്തില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി വെട്ടാൻ വേണ്ടി പോയി കേട്ടോ. മുടിയൊക്കെ ഇങ്ങനെ വളർന്ന് ആകെ ഒന്നാമതേ പനി പിടിച്ചിരിക്കുവാണ്, ആകെ വശക്കേടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോയിട്ട് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കാടും പടലും ഒക്കെ ഒന്ന് വെട്ടി ഇറക്കി സെറ്റപ്പായി കേട്ടോ. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം. തണുപ്പടിക്കുമായിരിക്കും, എന്നാലും മുടിയും താടിയൊക്കെ വെട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്, വയ്യഞ്ഞുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പം നമ്മൾ പോയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ദിവസം കൂടെ ഇറങ്ങിയിട്ട് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വെറൈറ്റി ഒരു മീൻ കിട്ടി കേട്ടോ. ഈ മീനിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എനിക്ക് യാതൊരു പിടുത്തവുമില്ല. ഒരു പ്രത്യേക ഷേപ്പാണ്. ഇത് കഴിക്കാൻ പറ്റുന്ന മീനാണോ? നമ്മൾ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ പറഞ്ഞായിരുന്നു അവിടെ നമുക്ക് കിട്ടുന്ന പല മീനുകൾ ചിലപ്പോൾ വിഷമുള്ള മീനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മീനെ പിടിച്ചു, എനിക്ക് കുത്തും കിട്ടി. വലിയ പാടൊന്നും പറ്റിയില്ല. ഈ മീൻ ഞാൻ നൈസായിട്ട് അങ്ങ് ഹുക്കൂരി ഒഴിവാക്കി കേട്ടോ. കാര്യം ഭയങ്കര പ്രശ്നമായതുകൊണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ മീനെ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീൻ. അപ്പോൾ എല്ലാം നമ്മൾ നൈസായിട്ട് നമ്മുടെ കൂട്ടുകാരന് കൊടുത്തു, അവൻ കൊണ്ടുപോട്ടെ. എപ്പോഴും നമ്മളാണ് കൊണ്ടുവരുന്നത്. ഇതിൽ കുറേ മീനൊക്കെ ഒഴിവാക്കും കേട്ടോ, അങ്ങനെയുള്ള മീനുകളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ ഒന്ന് ഉഷാറായി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബായ്.